CPIM-ൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംസ്ഥാന സമ്മേളനമായിരിക്കും കൊല്ലം സമ്മേളനം. വർത്തമാനകാല രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യമായ ഇടപെടലുകൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഇന്ത്യൻ ഇടതുപക്ഷത്തിന് ഏറ്റവും കരുത്തേകുന്ന പുരോഗമന പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPIM-ൻ്റെ അടിത്തറയുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചർച്ചകളും ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമെല്ലാം ഇന്ത്യൻ ഇടതുപക്ഷത്തിന് അതിന് കരുത്തേക്കാനുള്ള വലിയ സംഭാവനയായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2 ടേമിലെ ഉജ്ജ്വലമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമെല്ലാം നടത്തി ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചുകൊണ്ട് വലിയ അംഗീകാരത്തിൻ്റെ നിറവിലാണ് എല്ലാ പ്രതിനിധികളും ഈ സമ്മേളന ഹാളിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായും ഈ കഴിഞ്ഞകാല അനുഭവ സമ്പത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പിണറായി സർക്കാർ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വ്യാവസായിക മേഖലയിലെ വളർച്ച, കാർഷിക മേഖലയിലെ ഇടപെടലുകൾ, ശ്രദ്ധേയമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, അതിലും ശ്രദ്ധേയമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ സജീവമായിട്ടുള്ള ചർച്ചാ വിഷയമാണ്. ഒപ്പം യുവതലമുറയും ഈ സമ്മേളനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. യുവതലമുറ വളരെ ആക്റ്റീവായിട്ട് ഈ സമ്മേളനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലും സമ്മേളന പ്രവർത്തനങ്ങളെല്ലാം വ്യാപൃതരായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടുള്ളത്. ഭാവി വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. മുൻകാല സമ്മേളന അനുഭവങ്ങളെന്ന് പറഞ്ഞു. അതെ, മുൻകാല സമ്മേളനം അത് ഓരോ കാലഘട്ടത്തിലും പാർട്ടിയുടെ സംഘടനാപരമായ സ്വാധീനം, വർദ്ധിത ജനപിന്തുണ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോ സമ്മേളനങ്ങളും വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2 സമ്മേളനങ്ങളുടെ പ്രത്യേകത ഒരു ഇടത് ഗവൺമെൻറ്റിൻ്റെ തുടർച്ച കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴുള്ള സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു വികസന കാഴ്ചപ്പാട് ഈ സമ്മേളനത്തിലൂടെ ചർച്ചയിലൂടെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധേയമായിട്ടുള്ള CPIM-ൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പഠനത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഓരോ മേഖലയിലും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ പ്രാവർത്തികമാക്കുന്നതിൽ ഈ 8 കൊല്ലക്കാലത്തെ തുടർഭരണത്തിൻ്റെ അനുഭവം അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും. വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ കാരണം ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിനകത്ത് ഈ പ്രവർത്തകരെക്കാൾ ഉപരി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഒരു ബഹുജന പങ്കാളിത്തം ദൃശ്യമാകുന്നില്ലേ? ഇപ്പം ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനത്തിലും ഇവിടെയൊക്കെ ബഹുജനങ്ങൾ ഈ സമ്മേളന നഗരിയിലെത്തുകയും അവിടെ ഒരുക്കിയിരിക്കുന്ന പ്രദർശനങ്ങളും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന തീർച്ചയായും ഉണ്ടല്ലോ. ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടി എന്ന നിലയിൽ ബഹുജനങ്ങൾക്കിടയിൽ വിപ്ലവ പ്രവർത്തനം നടത്തുമ്പോൾ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് അനുഭവവും പുരോഗമന പക്ഷപാതത്വമുള്ള ആളുകൾ പാർട്ടിയോടൊന്നിച്ച് എപ്പോഴും ഉണ്ടാവും. അതിന് പുറമെ പുതിയ ജനവിഭാഗത്തെ ആകർഷിക്കാനും അവരെ പാർട്ടിയോടൊപ്പം നിർത്താനും പാർട്ടിയിലേക്ക് ആകർഷിക്കാനും ഉതകുന്ന രീതിയിലേക്ക് ഈ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളുടെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ പാർട്ടി നടക്കുന്ന ഓരോ സമ്മേളനങ്ങളും പരിപാടികളിലെല്ലാം വർദ്ധിത ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയുന്നത്.